നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കൂടുതലായിട്ടും 2026 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങിയോ? അപ്പൊ നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യാമോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം കേട്ടോ, PDF. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാനിരിക്കുന്നത്? നിങ്ങൾ ഓൾറെഡി വേദികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. താഴെ കറക്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യ പേപ്പറുകളുടെ സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, എന്താ അത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നത് കൈറ്റ് ആണ്. കൈറ്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കൈറ്റ് ക്യൂ ട്രാക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് കൈറ്റ് ക്യൂ ട്രാക്ക് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്? കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യ പേപ്പറുകളുടെ സുരക്ഷയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈറ്റ് ഇങ്ങനെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. അപ്പോ കൈറ്റിനെ പറ്റി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരട്ടെ. ഈ കൈറ്റ് എന്നത് ആദ്യം കൈറ്റ് ആയിരുന്നോ? അല്ല, ആദ്യം IT at സ്കൂൾ എന്ന പ്രോജക്റ്റ് ആയിരുന്നു. 2001 ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് IT at സ്കൂൾ എന്ന പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് 2017 IT at സ്കൂൾ പ്രോജക്റ്റ് കൈറ്റ് എന്ന പേരിലേക്ക് മാറിയത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കൈറ്റ് എന്ന പേരിലേക്ക് മാറിയ വർഷം ഏതാണ്? 2017 2017 ഇതൊരു സർക്കാർ കമ്പനി ആയിട്ട് മാറി. കോവിഡ് കാലത്ത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ സമ്പൂർണമായ വിദ്യാഭ്യാസ പരിപാടി സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരെന്താ? ഫസ്റ്റ് ബെൽ. കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരുന്ന് പഠിച്ച സമയത്ത് ഫസ്റ്റ് ബെല്ലിലൂടെയാണ് കുട്ടികൾ കേരള പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ കൈറ്റ് വിക്ടേഴ്സ് എന്ന ചാനൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ചാനലാണ് കൈറ്റ് വിക്ടേഴ്സ്. ഓക്കെ, അപ്പൊ കൈറ്റിനെ പറ്റി വീണ്ടും കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ ഈ ചോദ്യം കിട്ടിയല്ലോ, കൈറ്റ് ക്യൂ ട്രാക്ക്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. വടകര. 2026 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ തുടർച്ചയായ 9ാം വർഷവും 1ാം സ്ഥാനത്തെത്തിയ രാജ്യം. അപ്പൊ 1ാമത്തെ രാജ്യം നമ്മൾ തുടർച്ചയായി 9ാം വർഷവും ഒരേ രാജ്യത്തിന്റെ പേര് തന്നെയാണ് പഠിക്കുന്നത്, ഫിൻലൻഡ്. ഹാപ്പിനെസ് റിപ്പോർട്ട്, അവിടെ എല്ലാവരും സന്തോഷവാനും സന്തോഷവതികളുമാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 1ാം സ്ഥാനം ഫിൻലൻഡ്. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? 116ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പൊ ആ പട്ടികയിൽ ലാസ്റ്റ് നിൽക്കുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. സന്തോഷം കുറവുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ ലഭിച്ച പ്രമുഖ ബംഗാളി സാഹിത്യകാരന്റെ പേരെന്താണ്? രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായക്കാണ് 2025 സരസ്വതി സമ്മാൻ ലഭിച്ചത്. PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു, സരസ്വതി സമ്മാൻ ഏത് മേഖലയ്ക്കാണ് നൽകുന്നത്? സാഹിത്യത്തിനാണ് സരസ്വതി സമ്മാൻ നൽകുന്നത്. ഹര പാർവതി കഥ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചത്. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ 4 ചോദ്യവും കിട്ടിയോ? ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചോ. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളിത് പഠിക്കാൻ വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല, ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 6ാം തീയതി
നിങ്ങളിൽ മിക്ക ആൾക്കാരും ലക്ഷ്യം വെച്ചിട്ടുള്ള പരീക്ഷ LGS, വേരിയസ് LGS ഈ വർഷം വിളിക്കാനിരിക്കുകയാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കരുത്. നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് റാങ്ക് ലിസ്റ്റിൽ പിന്നിലായിരിക്കും. നിങ്ങൾ മുന്നേ തന്നെ പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കോളാം. എന്നാൽ മാത്രമേ 100-ൽ ഒരാളാവാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നമ്മുടെ LGSന്റെ പുതിയ ബാച്ച് ഏപ്രിൽ മാസം 6-ന് ക്ലാസുകൾ ആരംഭിക്കുകയാണ്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെ 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ്, GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്, മാത്സ്, മെന്റലിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഉണ്ടായിരിക്കും. അതുപോലെ പഴയ SCRTയും പുതിയ SCRTയും ചാപ്റ്റർ വൈസ് ഓരോ ക്ലാസിന്റെ ആയിട്ട് 5ാം ക്ലാസ്സിലെ, 6ാം ക്ലാസ്സിലെ, 7ാം ക്ലാസ്സിലെ, 8ാം ക്ലാസ്സിലെ, 9ാം ക്ലാസ്സിലെ, 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വൈസ് ആയിട്ട് സോഷ്യൽ സയൻസിന്റെയും ക്ലാസുകൾ ഉണ്ടായിരിക്കും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എല്ലാം കൂടി ഉൾപ്പെടുന്ന പാക്കേജ് ആണ് നമ്മൾ ഏപ്രിൽ മാസം 6-ാം തീയതി തുടങ്ങാനിരിക്കുന്നത്. എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ്. അപ്പോൾ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ. ഒരുപാട് ആൾക്കാരെ ഒന്നും ഞാൻ എടുക്കത്തില്ല, കുറച്ച് സീറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആപ്പ് ഐഫോണിലും ആപ്പ് സ്റ്റോറിലും അതുപോലെ കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റേ. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോയാലോ. 2026-ലെ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ടെററിസം ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ തീവ്രവാദം ഉള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ. അടുത്തത് ഒരു AI അധിഷ്ഠിത സംവിധാനമാണ്. അപ്പോൾ AI-യുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴത്തെ PSC പരീക്ഷകളിൽ കയറി വരാറുണ്ട് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ. എന്താണ് ഫാം ഗാർഡ് എന്ന AI അധിഷ്ഠിത സംവിധാനം? കൃഷിയിടങ്ങളിലെ വന്യജീവി സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ശബ്ദമുണ്ടാക്കി അവയെ തുരത്താൻ വേണ്ടി കേരള വനം വകുപ്പ് ഒരു AI അധിഷ്ഠിത സംവിധാനത്തിന് രൂപം നൽകി. അതിന്റെ പേരാണ് ഫാം ഗാർഡ്. ശബ്ദമുണ്ടാക്കി അവയെ തുരത്തുക. ഓക്കെ, ഫാം ഗാർഡ് നല്ലൊരു പരിപാടിയാണ്. അടുത്ത ചോദ്യം, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ് ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം. എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്തിന്റെ പശ്ചാത്തലത്തിൽ? പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇസ്രായേലും അതുപോലെ ഇറാനുമായിട്ടുള്ള ആ ഒരു യുദ്ധം, അതിന്റെ ഇടയ്ക്ക് US നിൽക്കുന്നു. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫിലിപ്പീൻസ് ആണ്. ഇന്ത്യയിലും ആ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. LPG കിട്ടാത്ത പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഊർജ പ്രതിസന്ധി ഇന്ത്യയിലും നിലനിൽപ്പുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, 2026 മാർച്ച് മാസം ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആര്? വിക്രം കെ ദൊരൈസ്വാമിയാണ് ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ ആയിട്ട് നിയമിതനായത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 8 ചോദ്യവും കിട്ടിയല്ലോ, ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. ഓക്കെ, നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്നല്ലേ ചോദിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെയാണ് അടുത്തതായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി നീന്തൽ താരമാണ് സജൻ പ്രകാശ്. മലയാളി നീന്തൽ താരമാണ്. ഇദ്ദേഹം 2026-ലെ കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയിട്ടുണ്ട്. അടുത്തിടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത് തരൺജിത്ത് സിംഗ് സന്ധു ആണ് അടുത്തിടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 2025-ലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? മേതിൽ രാധാകൃഷ്ണനാണ് 2025-ലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ലോക ക്ഷയരോഗ ദിനം എന്നാണ്. അതുകൂടി താഴെ നിന്ന് കമന്റ് ചെയ്യാമോ? ലോക ക്ഷയരോഗ ദിനം എന്ന്. മാർച്ച് മാസത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട ദിനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഡെയിലി ഷോർട്ട് GK ഇട്ട് തരുന്നുണ്ട്. പഠിക്കാൻ എളുപ്പത്തിന് ചിത്രങ്ങളുടെയൊക്കെ രൂപത്തിൽ ഡെയിലി ഷോർട്ട് GK ഇട്ട് തരുന്നുണ്ട്. അപ്പൊ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് കൊടുത്തേക്കാം. അപ്പോ 2026-ലെ ലോക ക്ഷയരോഗ ദിനം പ്രമേയം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB. കഴിഞ്ഞിട്ടില്ല. ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ. യെസ് വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ എന്നതാണ് 2026-ലെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അപ്പൊ 12 ചോദ്യവും കിട്ടിയല്ലോ. അടുത്തയിലേക്ക് പോകാം. 2026-ലെ അന്താരാഷ്ട്ര വനദിനം. വനദിനം എന്നാണ്. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21
അപ്പോൾ ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് അല്ലെങ്കിൽ വനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് 2026 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം. വനങ്ങളും സമ്പദ് വ്യവസ്ഥയും, ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്. അടുത്തതൊരു ക്യാമ്പയിൻ ആണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുരോഗതിക്കായി കുടുംബശ്രീ നടപ്പിലാക്കിയെന്ന ക്യാമ്പയിന്റെ പേരാണ് ഉയരേ. ഉയരേ, ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പുരോഗതിക്ക് വേണ്ടി. ആരുടെ ക്യാമ്പയിനാണ്? കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് ഉയരേ. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ഛത്തീസ്ഗഡ്. പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്, ഛത്തീസ്ഗഡ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കർണാടക, തമിഴ്നാട്, കേരളം. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? നാളികേരം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 16 ചോദ്യങ്ങൾ കിട്ടിയല്ലോ. അടുത്ത ഒരു 4 ചോദ്യം കൂടെ ഉണ്ട്. CV ആനന്ദ ബോസ് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? പശ്ചിമ ബംഗാളിന്റെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം അടുത്തിടെ രാജിവെച്ചു. ഇദ്ദേഹം രാജിവെച്ചതിന് പിന്നാലെ പശ്ചിമ ബംഗാൾ ഗവർണർ ആയത് ആരാ? RN രവി ആണ്, RN രവി. കൈലാഷ് സത്യാർത്ഥി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മലാല യൂസഫ്സായോടൊപ്പം പങ്കിട്ട ഇന്ത്യക്കാരനാണ് കൈലാഷ് സത്യാർത്ഥി. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകനൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അടുത്തിടെ പുറത്തിറങ്ങി. പുസ്തകത്തിന്റെ പേരാണ് കരുണ ദി പവർ ഓഫ് കമ്പാഷൻ. കരുണ ദി പവർ ഓഫ് കമ്പാഷൻ എന്നത് ആരുടെ പുസ്തകമാണ്? കൈലാഷ് സത്യാർത്ഥിയുടെ പുസ്തകമാണ്. ഭീം ആപ്പ്, ഭാരത് ഇന്റർഫേസ് ഫോർ മണി അഥവാ ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി തീരുമാനിച്ചിരിക്കുന്നത് ഏത് കായിക താരത്തെയാണ്? MS ധോണിയെയാണ്. MS ധോണി. ഞാൻ പഠിപ്പിക്കുന്നൊക്കെ അപ്പൊ തന്നെ നിങ്ങൾ തലയിൽ കയറുന്നുണ്ടോ? അപ്പൊ MS ധോണി ഭീം ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇപ്പൊ തന്നെ പഠിച്ചോളാം. വേറെ ആരുമല്ല, MS ധോണിയാണ്. അവസാനത്തെ ചോദ്യം ഒരു പ്രകൃതിവാതക പാടത്തെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞില്ലേ പശ്ചിമേഷ്യൻ സംഘർഷം, അതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 2026 മാർച്ച് മാസം ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടം ആക്രമിക്കപ്പെട്ടു. ഇറാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു പ്രകൃതിവാതക പാടം സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിനാണ് ഈ ഒരു പ്രകൃതിവാതക പാടം വിധേയമായത്. ഈ പ്രകൃതിവാതക പാടത്തിന്റെ പേരെന്ത്? സൗത്ത് പാഴ്സ് നോർത്ത് ഡോം ഗ്യാസ് ഫീൽഡ്. നോർത്ത് ഡോം ഗ്യാസ് ഫീൽഡ് എന്ന് ഓർത്താൽ മതി. നോർത്ത് ഡോം ഗ്യാസ് ഫീൽഡ് ആണ് ആക്രമിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ 20 ചോദ്യങ്ങളും കിട്ടിയല്ലോ. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏതാണ്? പെട്ടെന്ന് പറയൂ, ഓർത്തു പറയൂ. ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116ാം സ്ഥാനം. കിട്ടിയല്ലോ. അപ്പൊ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിൽ LGSന്റെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ഒരു ചാൻസും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അവസരങ്ങൾ വരുമ്പോൾ അത് കയ്യെത്തി പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഹർഷിതം എജ്യൂടെക് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.